ഗാന്ധി വധത്തിൽ കൃത്യമായി ഇടപെട്ടിട്ടുള്ള ആളാണ് വി.ഡി. സവർക്കർ. അതിനോടൊപ്പം ആര് പറഞ്ഞു എന്നല്ല, ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ കാര്യങ്ങൾ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചരിത്രം പറയുമ്പോൾ കൊള്ളും, നിങ്ങൾക്ക് ചരിത്രം പറയുമ്പോൾ കൊള്ളും. കാരണം നിങ്ങളുടെ പ്രധാനമന്ത്രിക്ക് പോലും ഒരു കൃത്യമായ ചരിത്രമില്ല. എവിടെ പഠിച്ചു എന്ന് ചോദിച്ചാൽ അത് അവിടെ പഠിച്ചു എന്ന് പറയുന്ന പ്രധാനമന്ത്രിയല്ല നിങ്ങൾക്കുള്ളത്. സ്വാഭാവികമായി നിങ്ങൾക്ക് കൊള്ളും. അതിനോടൊപ്പം ഞാൻ പറയാം, അല്ല എന്നെ സ്റ്റേറ്റ്മെന്റ് പറയാൻ നിങ്ങൾ സമ്മതിക്കില്ല. വരുന്ന സർക്കാരുകൾക്ക്, അതിപ്പോ ഇടതുപക്ഷ സർക്കാരായാലും ശരി, അല്ലെങ്കിൽ ഒരു വലതുപക്ഷ സർക്കാരായാലും ശരി, സർക്കാരുകൾ മാറി വരുന്ന സമയത്ത് ജെൻസിയെ എങ്ങനെ കൃത്യമായി അഡ്രസ്സ് ചെയ്യണം എന്നുള്ളത് നമ്മൾ പരിഗണിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ജെൻസി വികസനത്തിനായിട്ട് സർക്കാരിന് എത്രത്തോളം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും വരുന്ന കാലത്ത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിനോടൊപ്പം തന്നെ ജെൻസികളുടെ സോഷ്യൽ ഗ്യാതറിംഗ് ഉണ്ടാക്കുക, അവരെ കൂടുതലായി സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുത്തിക്കൊണ്ട് സമൂഹത്തിന് ഉതകുന്ന തരത്തിലേക്ക് ജെൻസി തലമുറയെ മാറ്റിയെടുക്കേണ്ടത് ഓരോ കാലഘട്ടത്തിലെയും മാറി വരുന്ന സർക്കാരുകളുടെ ഉൾപ്പെടെ വളരെ പ്രധാനപ്പെട്ട ഒരു കടമയാണ് എന്നുള്ളത് ഞാൻ പറഞ്ഞു വെക്കുകയാണ്. അതിനോടൊപ്പം തന്നെ അത്യാധുനിക സാങ്കേതിക വിദ്യകളുടെ ഒരു ലോകം ജെൻസി നമ്മുടെ മുന്നിൽ തുറന്നിടുന്നുണ്ട്. അല്ലെങ്കിൽ ജെൻസികളാണ് കുറച്ചുകൂടെ നമ്മളെ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ലോകത്തെ കൃത്യമായി അഡ്രസ്സ് ചെയ്യാൻ കൂടി വരുന്ന കാലഘട്ടങ്ങളിൽ രാഷ്ട്രീയ കക്ഷികൾക്ക് കഴിയണമെന്നുള്ളത് കൂടി ഞാൻ പറഞ്ഞു വെക്കുകയാണ്. അതിനോടൊപ്പം എന്തുകൊണ്ട് ഇടതുപക്ഷ രാഷ്ട്രീയം പറയുന്നു അല്ലെങ്കിൽ സർക്കാരിന് അനുകൂലമായി സംസാരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും എനിക്ക് പറയാനുള്ളത്, ഞാനൊരു ചരിത്ര വിദ്യാർത്ഥി ആണ്, ചരിത്രത്തിൽ ഗവേഷണം ചെയ്യാനായിട്ട് പോകുന്ന ഒരാളാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അത് ചരിത്രത്തിൽ ഊന്നി തന്നെ എനിക്ക് പറയേണ്ടതായിട്ടുണ്ട്. കാരണം ഒരു മതേതര കാഴ്ചപ്പാടുള്ള, മാനവികതയ്ക്ക് മൂല്യം കൊടുക്കുന്ന, ഒരു എഗാലിറ്റേറിയൻ പോയിന്റ് ഓഫ് വ്യൂവിൽ സംസാരിക്കുന്ന ഒരു സർക്കാരിനെ എല്ലാ കാലഘട്ടങ്ങളിലും ഞാൻ പിന്തുണയ്ക്കുമെന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അതിൽ പറയാനുള്ളത്, ഇന്ത്യൻ മതേതരത്വത്തിന് വെടിയേറ്റത് മഹാത്മാഗാന്ധിക്ക് വെടികൊള്ളുന്ന സമയത്താണ്. അന്ന് മഹാത്മാഗാന്ധിയെ വെടിവെച്ചവരുടെ പിൻതലമുറക്കാരാണ് ഇന്ന് ഈ രാജ്യം ഭരിക്കുന്നത്. അപ്പൊ ആ കക്ഷികൾക്കെതിരെ നിലകൊള്ളേണ്ടത് ഞാൻ സംസാരിച്ച സമയത്ത് മഹാത്മാഗാന്ധിയെ അവരുടെ പിൻതലമുറയാണ് ഭാരതം ഭരിക്കുന്നത് അംഗീകരിക്കാൻ പറ്റുന്ന സ്റ്റേറ്റ്മെന്റ് അല്ല, ഒട്ടും അംഗീകരിക്കാൻ പറ്റുന്ന സ്റ്റേറ്റ്മെന്റ് അല്ല. മഹാത്മാഗാന്ധിയെ വെടിവെച്ച തലമുറക്കാരാണ് ഭാരതം ഭരിക്കുന്ന അംഗീകരിക്കാൻ പറ്റുന്ന പോയിന്റ് അല്ല. അത് പിൻവലിച്ച് മുന്നോട്ട് പോകണം. അതെങ്ങനെ അംഗീകരിക്കാൻ കഴിയുക? കേരളമല്ല, ഭാരതം ഇന്ന് ഭരിക്കുന്ന ഈ ഗവൺമെന്റ്, ആ ഗവൺമെന്റ് ഗാന്ധിയുടെ മതത്തിൽ പങ്കാളികളാണ്. അതുകൊണ്ട് തന്നെയാണ് സ്വാഭാവികമായി ഗുരുകൊണ്ടുള്ളത് ഞാൻ ഇവിടെ പറഞ്ഞു വെക്കുകയാണ്. അതിനോടൊപ്പം തന്നെ പറയാനുള്ളത്, കേരളത്തിലെ ഞാൻ പറയട്ടെ, ഞാൻ ഒരിക്കലും ബിജെപി RSS ബന്ധം അതാണ് ചോദിക്കുന്നത്. എല്ലാവർക്കും അറിയാം, രാഹുൽ ഗാന്ധി 4 or 5 തവണ സുപ്രീം കോടതിയുടെ വരാന്തകൾ കയറി ഇറങ്ങിയതാണ്, മാപ്പ് പറഞ്ഞതാണ്. ഈ ചർച്ച 8:30 വരെ കൊണ്ടുപോയി കഴിഞ്ഞാൽ നിർത്താമെന്നാണെങ്കിൽ അങ്ങനെ കുഴപ്പമില്ല. പക്ഷേ എനിക്ക് പറയാനുള്ളത്, ഗാന്ധി വധത്തിൽ കൃത്യമായി ഇടപെട്ടിട്ടുള്ള ആളാണ് വി.ഡി. സവർക്കർ. അതിനോടൊപ്പം ആര് പറഞ്ഞു എന്നല്ല, ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ കാര്യങ്ങൾ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചരിത്രം പറയുമ്പോൾ കൊള്ളും, നിങ്ങൾക്ക് ചരിത്രം പറയുമ്പോൾ കൊള്ളും. കാരണം നിങ്ങളുടെ പ്രധാനമന്ത്രിക്ക് പോലും ഒരു കൃത്യമായ ചരിത്രമില്ല. എവിടെ പഠിച്ചു എന്ന് ചോദിച്ചാൽ അത് അവിടെ പഠിച്ചു എന്ന് പറയുന്ന പ്രധാനമന്ത്രിയല്ല നിങ്ങൾക്കുള്ളത്. സ്വാഭാവികമായി നിങ്ങൾക്ക് കൊള്ളും. അതിനോടൊപ്പം ഞാൻ പറയാം, അല്ല എന്നെ സ്റ്റേറ്റ്മെന്റ് പറയാൻ നിങ്ങൾ സമ്മതിക്കില്ല. എനിക്കിത് കുറെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ട്, പക്ഷെ സമയം കഴിഞ്ഞു.